ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആട്ടോ ഇത്. ഒരു ക്രേപ്പ് പേപ്പർ എടുക്കുക, ഈ കാണുന്ന രീതിയിലൊക്കെ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവർ കിട്ടും. ഒരു വാൾ ഡെക്കോർ ആണ് ഉണ്ടാക്കുന്നത്. ഇനി ക്രേപ്പ് പേപ്പർ ഒന്നും ഇല്ലാന്ന് കരുതി ആരും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയ ആണ്. നോർമൽ ആയിട്ടുള്ള വൈറ്റ് പേപ്പറോ അതല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒന്നും രണ്ടും ഫ്ലവേഴ്സ് ഒന്നും അല്ല വേണ്ട, കുറച്ചധികം ഫ്ലവേഴ്സ് വേണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് സിമ്പിൾ ആക്കാനായിട്ട് ഒരുമിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കട്ട് ചെയ്തതാണ് ഇത് മൊത്തം. ദെൻ ഇതിനെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കളറിൽ മുക്കി പെയിന്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡിമ്മായി തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് കളേഴ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ കുറച്ച് വ്യൂവേഴ്സ് പേര് പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാദിയ, ആയിഷ, നാദിയ, ദേവു, റുവൈഫ, പൂജ, ടിയ, റോസിറ്റ ആൻഡ് ഐഫയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹായ് ഓൾ. ഈ ഒരു ഫ്ലവർ ഫോൾഡ് ചെയ്ത രീതി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക, 2-3 ഫ്ലവേഴ്സ് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുക. അടിഭാഗം ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ കാണുന്ന കമ്പിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ കമ്പൊക്കെ എന്തായാലും പുറത്ത് ചുറ്റിക്കറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെ കിട്ടിയതായിരുന്നു. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇത് ഡയറക്റ്റ് ആയിട്ട് ഫ്ലവർ വേസിൽ വെച്ച് കൊടുത്താൽ അടിപൊളിയായിരിക്കും. ബട്ട് എൻ്റെ ഒരു കേക്ക് ബേസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലാന്ന് കരുതി ചെയ്യാതിരിക്കരുത്. ഇഗ്നോർ ദ ഗൺ. നമുക്ക് ആ സ്റ്റിക്ക് മാത്രം മതി. ആ സ്റ്റിക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു ബോട്ടം പോർഷൻ കവർ ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ കുറേ ആലോചിച്ചു. ബട്ട് വോളിൽ വെച്ച് നോക്കിയപ്പോൾ കവർ ചെയ്യാത്തതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. എനിവേസ് 2 ലുക്കും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് സിമ്പിളാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.